الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി ഉൾക്കൊണ്ട് നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പരിശുദ്ധ റമളാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളെല്ലാം ഉള്ളത്. 10 നോമ്പുകൾ പൂർത്തിയായി രണ്ടാമത്തെ 10ലേക്ക് നാം പ്രവേശിക്കുകയാണ്. പരിശുദ്ധ റമളാനിൽ നമുക്ക് നന്മകൾ ചെയ്യാൻ ലഭിച്ചിരിക്കുന്ന മഹാ അവസരങ്ങളെ നാം ഓരോരുത്തരും എത്രമാത്രം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നാം വിലയിരുത്തണം. ആത്മീയമായ വിശുദ്ധി ഇബാദത്തുകളിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, തറാവീഹുകളിലൂടെ ഒക്കെ നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ തന്നെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ സമ്പത്തിൻ്റെ ശുദ്ധീകരണം. ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള സക്കാത്ത് അത് നിർബന്ധ ദാനമാണ്. ആ സക്കാത്തിലൂടെയാണ് പ്രധാനമായും നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടത്. പാവപ്പെട്ടവൻ്റെ അവകാശം അവനിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ സമ്പത്ത് ശുദ്ധമാകുന്നത്. ഒരാൾ സക്കാത്ത് കൊടുക്കാനുള്ള തുക അല്ലെങ്കിൽ നിസ്വാബ് എന്ന് പറയും, അതൊരാൾക്ക് എത്തിക്കഴിഞ്ഞാൽ അത് കണക്കുകൂട്ടി കൊടുക്കാനുള്ള മനസ്സ് ഈമാനിൻ്റെ അടയാളമാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ ആരംഭത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ അടുത്ത് വിജയവും സ്വർഗവും നേടുന്ന വിശ്വാസികളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭത്തിൽ തന്നെ എടുത്തു പറഞ്ഞ
ഒരു ഗുണമാണ് അവർ സക്കാത്ത് കൃത്യമായി കണക്കുകൂട്ടി കൊടുക്കുന്നവരാണ് എന്ന്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. കണ്ടോ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയം വരിച്ചു. അവർ അവരുടെ നമസ്കാരത്തിൽ തികഞ്ഞ ഭക്തിയിലാണ്. അവർ അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ്. അതേപോലെ മൂന്നാമത്തെ ഗുണമായി പറഞ്ഞു, സക്കാത്ത് കൃത്യമായി അവർ കൊടുക്കുകയും ചെയ്യുന്നവരാണ് എന്ന്. അത് കൊടുക്കാനുള്ള നിസ്വാബ് എത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ തന്നെ അള്ളാഹു പറയുന്നത് കാണാം, കൽപ്പനയാണ്. നമസ്കാരത്തിൻ്റെ കൂടെ ചേർത്താണ് മിക്ക സ്ഥലങ്ങളിലും സക്കാത്ത് കൊടുക്കാനുള്ള കൽപ്പനയുള്ളത്. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, കൃത്യമായ നമസ്കാരം വേണം. രണ്ടാമത്, സക്കാത്ത് നിങ്ങൾ കൊടുക്കണം. മൂന്നാമത്, നമസ്കാരം ജമാഅത്തായിട്ട് നിങ്ങൾ നിർവഹിക്കാവൂ. അങ്ങനെ മൂന്ന് കാര്യങ്ങൾ ആയത്തിൽ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ സ്വതക്ക കൊടുക്കുന്ന എല്ലാ ആളുകൾക്കും സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സൂറത്ത് തൗബയിലെ 60-ാമത്തെ ആയത്തിൽ അള്ളാഹു സക്കാത്ത് നൽകേണ്ടവരായ 8 വിഭാഗത്തെ നിജപ്പെടുത്തിയിട്ടുണ്ട്. പല ആളുകളും അത് ശ്രദ്ധിക്കാതെ അല്ലാത്തവർക്ക് കൊടുക്കുകയും തൻ്റെ സക്കാത്ത് വീടി എന്ന് ധരിക്കുകയും ചെയ്യും. അപ്പോൾ സക്കാത്ത് കൊടുത്താൽ മാത്രം പോരാ, അത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെ കൊടുക്കണം എന്നെല്ലാം നമ്മൾ അറിയണം. സാധാരണ ചില ആളുകളൊക്കെ റമദാൻ എത്തുമ്പോൾ ഇഫ്താർ കിറ്റുകൾ സക്കാത്തിൻ്റെ പൈസ എടുത്തു കൊടുക്കും. അത് സ്വഹീഹ് ആവുകയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ സക്കാത്ത് ആകും, ആർക്കും എങ്ങനെയും കൊടുത്താൽ അത് സക്കാത്ത് ആകും എന്ന ധാരണയാണ്. അങ്ങനെയല്ല, മറിച്ച് സക്കാത്തിൻ്റെ അവകാശികൾ ആരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കണം. പള്ളി നിർമ്മാണത്തിന് ആളുകൾ വരുമ്പോൾ സക്കാത്തിൻ്റെ പൈസ എടുത്തു കൊടുക്കുന്നവരുണ്ട്. മദ്രസയുടെ നിർമ്മാണത്തിന് ചോദിക്കുമ്പോൾ സക്കാത്തിൻ്റെ പൈസ എടുത്തു കൊടുക്കുന്നവരുണ്ട്. അതൊന്നും സക്കാത്തിൽ പെടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കണക്കുകൂട്ടി കൃത്യമായി അത് കൊടുക്കണം. കണക്കുകൂട്ടി കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കണക്ക് കൂട്ടുമ്പോഴാണ് ആ ഒരു സൂക്ഷ്മത നമ്മളിൽ ഉണ്ടാവുക. അതേപോലെ സക്കാത്തിൻ്റെ വിഷയത്തിലും സ്വതക്കയുടെ കാര്യത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് നമുക്കിങ്ങനെ മനസ്സിലാക്കാം, അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുന്ന സക്കാത്താവട്ടെ സ്വതക്കകളാവട്ടെ അതെല്ലാം ഒഴുകുന്ന വെള്ളം പോലെയാണെന്നാണ്. ഒഴുകുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ? അത് ശുദ്ധമായിരിക്കും. അതൊഴുകിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് അത് ഉപകാരപ്പെടും. എന്നതുപോലെ നമ്മുടെ സക്കാത്തും നമ്മുടെ സ്വതക്കകളും ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും. അത് അർഹരായ ആളുകളിലേക്ക് എത്താതെ കൊടുക്കാതെ ഇരിക്കുമ്പോൾ അത് കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണെന്നാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളം എപ്പോഴും അത് ദുഷിച്ചുകൊണ്ടേയിരിക്കും, മലിനമായിക്കൊണ്ടേയിരിക്കും. അതാണ് കൊടുക്കുന്നവനും കൊടുക്കാത്തവനും, അല്ലെങ്കിൽ കൊടുത്തവൻ്റെ ധനവും കൊടുക്കാത്തവൻ്റെ ധനവും തമ്മിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അതേപോലെ ഒരു വലിയ ലക്ഷ്യം സക്കാത്തിനുണ്ട്. ഒന്ന്, മുസ്ലിം സമൂഹത്തിൽ ദരിദ്രരായ ആളുകൾ ഉണ്ടാവരുത്, അവരെ സ്വയം പര്യാപ്തരാവുക ആക്കുക എന്നതാണ്. മറ്റൊന്ന്, ധനം, പണം എന്ന് പറയുന്നത് എന്നും പണക്കാരൻ്റെ ഇടയിൽ മാത്രം കറങ്ങേണ്ടതല്ല, മറിച്ചത് പാവങ്ങളിലേക്ക് കൂടി എത്തണം, അവർക്ക് കൂടി അത് തണലാകണം എന്നുള്ളതാണ്. അപ്പം ദാനം ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുക. ഇപ്പം ചില ആളുകൾ കൊടുക്കണമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ അതങ്ങോട്ട് എത്തേണ്ടവരിലേക്ക് എത്തൂല. അപ്പോൾ കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് കിട്ടുക, ഒരു വിശാലതയുള്ള ഒരു മനസ്സ്, അത് ഉള്ളപ്പോഴും ഇല്ലായ്മകൾക്കിടയിലും കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നത് അള്ളാഹുവിൻ്റെ വലിയൊരു തൗഫീഖാണ്, വലിയൊരു അനുഗ്രഹം തന്നെയാണ്. സക്കാത്തിലൂടെയും സ്വതക്കകളിലൂടെയുമാണ് അത് നിർവഹിക്കപ്പെടേണ്ടത്. ചില ആളുകളൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കും, കയ്യിലൊന്നും ഇല്ലല്ലോ, പൈസയൊക്കെ ഉണ്ടായാൽ ഒന്ന് പച്ച പിടിച്ചാൽ കൊടുക്കാമല്ലോ എന്ന്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ, ഇല്ലായ്മയിൽ കൊടുക്കാത്ത ആളുകൾക്ക് ഒരിക്കലും ഉണ്ടാകുമ്പോഴും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇല്ലായ്മകൾക്കിടയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കുറച്ചാണെങ്കിലും അത് കൊടുക്കുമ്പോൾ
അതിൻ്റെ പ്രതിഫലം കൂടുതലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സറിഞ്ഞ് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ സാധിക്കും. അതിലൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കയ്യിൽ ജോലി ചെയ്തോ കച്ചവടങ്ങളിലൂടെയോ നമ്മൾ വരുമാനമുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അതൊന്നും നമ്മുടെ ധനമല്ല, നമ്മുടെ സ്വകാര്യ സ്വത്തല്ല, മറിച്ച് അള്ളാഹു നമ്മളെ താൽക്കാലികമായി ഏൽപ്പിച്ചതാണ് എന്ന ഒരു ചിന്ത വേണം എന്നതാണ്. ഇപ്പം നമ്മളൊക്കെ നാട്ടിൽ വാങ്ങിച്ചിട്ടിരിക്കുന്ന സ്ഥലം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എത്രയോ ആളുകൾ ഇതെൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞ സ്ഥലമാണത്. എത്രയോ ആളുകളുടെ പേരിൽ ആധാരം എഴുതപ്പെട്ടിട്ടുണ്ട്, ഇപ്പം നമ്മുടെ പേരിലാണ്. ഇനി നമ്മൾ ഈ ലോകത്തുനിന്ന് പോയാൽ ഇനി വേറെ ആളുകൾ പറയും ഇതെൻ്റെ സ്ഥലമാണ്, അവരുടെ പേരിലേക്ക് അതിങ്ങനെ മാറ്റി മാറ്റി എഴുതിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് സൂറത്തുൽ ഹദീദിലെ 7-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ആമിനൂ ബില്ലാഹി വറസൂലിഹി വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി ഫല്ലദീന ആമനൂ മിൻകും വഅൻഫഖൂ ലഹും അജ്റുൻ കബീർ. ആമിനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലിലും നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കണം. വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി, നിങ്ങൾക്ക് പിന്തുടർച്ചാവകാശം നൽകിയിരിക്കുന്ന സമ്പത്ത് നിങ്ങൾ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം. പിന്തുടർച്ചാവകാശം എന്നാണ് പറഞ്ഞത്. ഒരാൾ കഴിഞ്ഞ് വേറൊരാൾ, അത് കഴിഞ്ഞ് വേറൊരാൾ, ഇതിങ്ങനെ കൈമാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ നിങ്ങളുടെ കയ്യിലല്ല എക്കാലവും അത് നിലനിൽക്കുക എന്ന. അങ്ങനെ അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്ന ആളുകൾക്ക് അജുറുൻ കബീർ, വലിയ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുമെന്നുള്ളതാണ്. അതേപോലെ സക്കാത്തും സ്വതക്കുകളും അടങ്ങുന്ന ദാനധർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്നവർക്ക്, നമ്മളെ നോമ്പുകാർക്ക് റയ്യാൻ എന്ന കവാടം ഒരുക്കപ്പെട്ടതുപോലെ ബാബു സ്വതക്ക എന്ന സ്വർഗ കവാടത്തിലൂടെ അവർക്ക് പ്രവേശിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മഹാനായ സുഹൈബ് റൂമി എന്ന സ്വഹാബി വര്യൻ റോമിൽ നിന്ന് അദ്ദേഹം മക്കയിലെത്തി ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹം ഹിജറയുടെ സമയമായപ്പം മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. കയ്യിൽ ഒരുപാട് കച്ചവടം ചെയ്തുണ്ടാക്കിയ സ്വത്തുക്കളുണ്ട്. മക്ക മുശ്രിക്കുകൾ വന്ന് അദ്ദേഹത്തെ തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞു, നീ മദീനയിലേക്ക് പോകാൻ പാടില്ല, ഈ സ്വത്തുക്കൾ മുഴുവനായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സ്വത്തുക്കളാണ് എൻ്റെ പോക്കിന് തടസ്സമെങ്കിൽ ഇത് മുഴുവൻ നിങ്ങളെടുത്തോ. അതായത് നമ്മളൊക്കെ കണക്കാക്കുന്നതിലപ്പുറം വലിയൊരു സംഖ്യ, വലിയൊരു സ്വത്ത്, അതെല്ലാം കെട്ടിയെടുത്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. അത് മുഴുവൻ അദ്ദേഹം അവിടെ ഒഴിവാക്കിയിട്ടു. ഇനി നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഇത് വിട്ടിട്ട് നീ പോയിക്കോ. അപ്പോൾ അദ്ദേഹം വെറും കയ്യുമായി മദീനയിലേക്ക് പോവാൻ. അങ്ങനെ അദ്ദേഹം മദീനയിലെത്തി. അവിടെ എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 207-ാമത്തെ ആയത്ത് അവതരിക്കുകയാണ്. ആ ആയത്ത് ഇറങ്ങിയത് ഈ സ്വഹാബിയുടെ വിഷയത്തിലാണ്. വമിനന്നാസി മൻ യശ്രീ നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. വമിനന്നാസ്, മനുഷ്യരുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, മൻ യശ്രീ നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ്, അള്ളാന്റെ തൃപ്തിയും പ്രീതിയും ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ പോലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിറ്റ ആളുകൾ. അത് ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞാണ്. എല്ലാം ഒഴിവാക്കിപ്പോയ അല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ പ്രത്യേകം പ്രശംസിച്ചു, പുകഴ്ത്തി. അള്ളാഹു പോലും അത്ഭുതപ്പെട്ടു പോയിരിക്കുന്നു എന്നൊക്കെ പറയുകയുണ്ടായി. അങ്ങനെ റബ്ബിൻ്റെ മാർഗത്തിൽ മനസ്സറിഞ്ഞ്, കണ്ടോ, അവിടെ സ്വത്തുക്കൾ ഉണ്ടായിട്ട് തൻ്റെ പോക്കിന് തടസ്സമാകുന്നു കണ്ടപ്പോൾ എങ്കിൽ പോക്കൊന്ന് നീട്ടിവെക്കാം, ഹിജറയൊന്ന് നീട്ടിവെക്കാം എന്നല്ല ആ സ്വഹാബി ചിന്തിക്കുന്നത്, മറിച്ച് അത് ഉപേക്ഷിച്ചു പോവാണ്. അതാണ് ആ ഒരു മനസ്സ്, അതാണ് ഒരു വിശ്വാസിക്ക് ഈ ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകേണ്ടത് എന്നതാണ്. കുറച്ചെങ്കിലും, അതായത് നിന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ ഒരു ഈത്തപ്പഴത്തിൻ്റെ ചീളാണ് നിന്റെ കയ്യിലുള്ളെങ്കിൽ പോലും അത് സ്വതക്ക കൊടുത്തോ, നരകത്തു നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അതാണ്
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചില ആളുകൾക്ക് കയ്യിലുള്ളത് കൊടുത്തു കഴിയുമ്പോൾ കുറഞ്ഞു പോയോ എന്നൊരു ചിന്തയുണ്ടാകും. പക്ഷേ പ്രവാചകൻ പറയണം, മാ നക സ്വദഖത്തുൻ മിൻ മാലിൻ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾ കൊടുത്തത് കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ സമ്പത്തിൽ അതൊരു കുറവും വരുത്തുകയില്ല. അള്ളാഹു പല വഴിക്കും നിങ്ങൾക്കത് നൽകിക്കൊണ്ടിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ പണം അനാമത്തായി പോകേണ്ട ഒരുപാട് മാർഗങ്ങളെ അള്ളാഹു തടഞ്ഞു വെച്ച് ആ സമ്പത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലാക്കും എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അതുകൊണ്ട് സക്കാത്ത് അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ബോധ്യവും ഉണ്ടാവണം. അതിൻ്റെ നിസ്വാബ് എത്തിയിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായി കണക്ക് കൂട്ടി കൊടുക്കുന്ന ആ ഒരു ചിന്തയും ബോധവും നമുക്കുണ്ടാവണം. ആ നിർബന്ധ ദാനം വീട്ടുക വഴി മാത്രമേ നമ്മൾ നിർബന്ധ നമസ്കാരത്തെ എങ്ങനെ കാണുന്നുവോ ആ രൂപത്തിൽ തന്നെ സക്കാത്തിനെയും കാണുമ്പോൾ മാത്രമേ നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അള്ളാഹു നിർബന്ധ കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി അത് നിർവഹിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും കൃത്യമായി സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു. സക്കാത്തും സ്വതക്കയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഉണർത്തിയത്. നിർബന്ധ ദാനമായ സക്കാത്തും ഐച്ഛിക ദാനമായ സ്വതക്കകളും നൽകാതെ പിടിച്ചുവെക്കുന്ന ആളുകൾ, കൊടുക്കാതിരിക്കുന്ന ആളുകൾ മരണനേരത്ത് ആദ്യം പരിതപിക്കുന്നത് ഈ വിഷയത്തിലായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മരിക്കാൻ നേരത്ത് കയ്യിലുള്ളതൊന്നും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ച ചില ആളുകൾ അവര് ആ സമയത്ത് റൂഹ് ഇങ്ങനെ പിടിക്കുന്ന നേരത്ത് പറയുന്നതാണ്, ഫയഖൂലു റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ് സാലിഹീൻ. ഒന്നാമത് പറയുന്ന വിഷയം അതാണ്, അള്ളാഹുവേ എനിക്ക് നീ ഒന്ന് നീട്ടിത്തരൂ, ഞാൻ സ്വതക്ക ചെയ്യാം, സക്കാത്തുകൾ ഞാൻ കൊടുത്തുകൊള്ളാം, ഞാൻ സ്വാലിഹുകളിൽ ഉൾപ്പെടുകയും ചെയ്തുകൊള്ളാം എന്ന് ഈ ആളുകൾ പറയും എന്നുള്ളതാണ്. അത് വല്ലാത്തൊരവസ്ഥയാണ്. അതേപോലെ ശക്തമായ മുന്നറിയിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ ലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് എന്ന് തുടങ്ങുന്ന വചനം. കെട്ടിപ്പൂട്ടി സ്വർണവും വെള്ളിയും എല്ലാം വെച്ച ആളുകൾ, ചെലവഴിക്കാതെ വെച്ച ആളുകൾ, അവർക്ക് ആ സമ്പത്ത് മുഴുവൻ അള്ളാഹു തീയാക്കി മാറ്റും എന്നുള്ളതാണ്. ഇരുമ്പിൻ്റെ തകിട് പോലെ പഴിപ്പിച്ച് അതവരുടെ ശരീരഭാഗങ്ങൾ പൊള്ളിക്കും എന്നാണ് പറയുന്നത്. തീഷ്ണമായ ശിക്ഷ. അതുകൊണ്ടാണ് അള്ളാഹു അത് എടുത്തു പറഞ്ഞത്. അതേപോലെ ചെലവഴിക്കാതെ വെച്ച സമ്പത്ത് അള്ളാഹു അതിനെ ഒരു സർപ്പമാക്കി മാറ്റുകയും ഈ സർപ്പം അവൻ്റെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കി എന്നിട്ട് അനമാലുക്ക വ അന കൻസുക്ക, നീ ചെലവഴിക്കാതെ വെച്ച സമ്പത്താണ് ഞാൻ, നിന്റെ നിധിയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അള്ളാഹു ഇന്ന് നിന്നെ ശിക്ഷിക്കാനായി ഈ രൂപത്തിൽ നിശ്ചയിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവന് ശിക്ഷകൾ ലഭിക്കും എന്നുള്ളതാണ്. ആ കൊത്തേറ്റവൻ ആഴ്ന്നു പോകും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കൊടുക്കേണ്ടവരാണ് എങ്കിൽ, സക്കാത്ത് കൊടുക്കേണ്ടവരാണ് എങ്കിൽ, ഒരു ചില്ലിക്കാശ് പോലും, ഒരു ഫിൽസ് പോലും അത് ബാക്കിയായിട്ടില്ല, അല്ലെങ്കിൽ അത് ഞാൻ മാറ്റിവെച്ചിട്ടില്ല, എൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തിക്കൊണ്ട് സക്കാത്തും സ്വതക്കകളും കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക. എല്ലാ നിലയ്ക്കും വിശുദ്ധി നേടിയെടുക്കാൻ ശ്രമിക്കുന്ന നമ്മൾ നമ്മുടെ സമ്പത്തിലൂടെയും സ്വതക്കകളും സക്കാത്തുകളും എല്ലാം നൽകി വിശുദ്ധി നേടിയെടുക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിജയികളിൽ, പരലോകത്ത് വിജയം കൊയ്യുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സമ്പത്തിലും നമ്മുടെ കുടുംബത്തിലും എല്ലാം അള്ളാഹു അതുവഴി ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു സഫലീകരിച്ച് തരുമാറാവട്ടെ. പല പ്രതിസന്ധികളും പ്രയാസങ്ങളും
വഴിമുട്ടി നിൽക്കുന്നുണ്ടാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നമുക്ക് ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പ്രബോധന മേഖലയിൽ സജീവമായി കുവൈറ്റിലുള്ള അഷ്റഫ് എഗരൂലിൻ്റെ ഉപ്പ ഇന്നലെ വീണ് എന്നൊരു വലിയ സർജറിക്ക് വിധേയമാവുകയാണെന്ന് പറഞ്ഞിരുന്നു. അല്ലാഹു ആ സഹോദരൻ്റെ ഉപ്പാക്ക് പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂടെ ജുമഅയ്ക്കെല്ലാ വെള്ളിയാഴ്ചയും ഇവിടെയുള്ള ബഷീർ കയുടെ ഉപ്പ ഇന്ന് പെട്ടെന്ന് മരണപ്പെട്ട വിവരം അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു ആ ഉപ്പാക്കും പുറത്തു കൊടുക്കട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാം സ്വർഗത്തിൽ ഒത്തുചേരുവാനുള്ള മഹാഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.